അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നാളെയാണ് നുസൈബയുടെ ഉപ്പയുടെ ഡിസ്ചാർജ്. പ്രത്യേകമായി പറഞ്ഞിരുന്നു ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം വിളിക്കുവാൻ വേണ്ടിയിട്ട്. ഉമ്മ വിളിച്ച് വിവരങ്ങളെല്ലാം അറിയുന്നുണ്ട്. ഉമ്മ നുസൈബയോട് പറഞ്ഞു, മോളെ ഡിസ്ചാർജിൻ്റെ ദിവസം പറയണം കേട്ടോ. ഇനിയിപ്പോൾ ഓട്ടോ ഒന്നും വിളിച്ച് കുത്തിക്കുലുക്കിയൊന്നും ഉപ്പയെ കൊണ്ടുപോവണ്ട. ഞങ്ങൾ വരാം. ഞാനും ഷാമോനും അങ്ങോട്ട് വന്നോളാം. അതായിരിക്കും നല്ലത്. ഉമ്മ, അതൊന്നും വേണ്ട, അതൊക്കെ ബുദ്ധിമുട്ടല്ലേ. അത് സാരല്ല. ഇനിയിപ്പോൾ ഓട്ടോക്ക് പോയിട്ടില്ലെങ്കിലും എന്തെങ്കിലും ടാക്സി എങ്ങാനും വിളിച്ച് ഞങ്ങൾ പോയിക്കോളാം. അത് കുഴപ്പമില്ല. എന്തിനാ മോളെ നീ ബുദ്ധിമുട്ടുന്നത്? നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ആൺതരി പോലും ഇല്ലല്ലോ. ഉമ്മ, എളാപ്പ വന്നിരുന്നു, പക്ഷെ തിരിച്ചു പോയി. പിന്നെ എളാപ്പാക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലായിരുന്നു. വല്യമ്മക്കും സുഖമല്ല. അങ്ങനെയൊക്കെ കുട്ടികൾക്കും ഒക്കെ ബുദ്ധിമുട്ടായിട്ടൊക്കെ ഇപ്പോൾ ഉപ്പാൻ്റെ അടുത്ത് ഞാനും ഉണ്ടല്ലോ, ഞാനും ഉമ്മയും അങ്ങനെ നിൽക്കുകയാണ്. പിന്നെ മോള് പിന്നെ ക്ലാസ്സിന് ഇല്ലമ്മ, ഞാൻ ക്ലാസ് 2 ദിവസം ലീവ് എടുത്തതാണ്. അല്ലെങ്കിൽ പറ്റൂലേ, ഉമ്മ ഒറ്റയ്ക്കാവുമ്പോൾ ഉപ്പാനെ തനിച്ചാക്കി എന്തെങ്കിലുമൊക്കെ വാങ്ങാനൊക്കെ പോകുമ്പോഴേ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പിന്നെ അങ്ങനെ നിന്നു. മോളെ, നിനക്ക് ഗൂഗിൾ പേ ഇല്ലേ? ഉമ്മ, അതൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ആ മോളെ, അങ്ങനെ ആയാൽ നല്ല സുഖമായിരുന്നു. ഇവിടുന്ന് അക്കൗണ്ടിൽ നിന്ന് അങ്ങോട്ട് ഇട്ട് തന്നാൽ നിങ്ങൾക്ക് എന്ത് ആവശ്യത്തിന് അങ്ങനെ ചെയ്യാലോ. മറ്റേതിപ്പോൾ കയ്യിൽ എപ്പോഴും ക്യാഷ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് ബുദ്ധിമുട്ടാണ്. കാരണം പല സ്ഥലത്തും ഗൂഗിൾ പേയും ഫോൺ പേ ഒക്കെയാണ്. പിന്നെ അതുമല്ല, നമ്മളിങ്ങനെ കയ്യിലിങ്ങനെ ക്യാഷൊക്കെ എപ്പോഴും ഉണ്ടാവണമെന്നില്ല. എല്ലാതും വരുന്നത് ഇപ്പോൾ അക്കൗണ്ടൊക്കെ അല്ലേ. അപ്പോൾ കയ്യിലങ്ങനെ വല്ലാതൊന്നും ഉണ്ടാവില്ല. ഇനി വേണമെന്ന് വെച്ചാൽ തന്നെ ATM പോയി അങ്ങനെ എടുക്കണം. അതിൻ്റെയൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ മോള് പെട്ടെന്ന് അതൊന്ന് റെഡി ആക്കണം കേട്ടോ. അക്കൗണ്ടൊക്കെ അല്ലേ. അതൊക്കെ ഉണ്ടമ്മ. ഗൂഗിൾ പേൻ്റെ ഒന്നും റെഡി ആക്കിയിട്ടൊന്നുമില്ല. അങ്ങനെ ആയാലേ നല്ല സുഖമാണ്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ ബില്ലായാൽ തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അത് മോൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഗൂഗിൾ പേ വഴി ചെയ്ത് കൊടുക്കാം. മറ്റേത് ക്യാഷ് ഇങ്ങനെ കയ്യിൽ വെക്കാനും പേടിയാണ്. പിന്നെ നഷ്ടപ്പെടുന്നുള്ള പേടി, അതൊന്നും വേണ്ടേനും ഇങ്ങനെ ആയാൽ. അപ്പോൾ മോൾ അതൊന്ന് റെഡിയാക്കണം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഡ്രൈവിങ്, അവിടെ എങ്ങനെ ഡ്രൈവിങ് സ്കൂൾ ഉണ്ടെങ്കിലേ അവിടെ ഒന്ന് മോൾ പോയി ചേരണം കേട്ടോ. കാരണം അത്യാവശ്യമാണത്. കാരണം എന്താണെന്ന് വെച്ചാലേ ഇനിയിപ്പോൾ ഉപ്പാക്ക് വയ്യാതായി കഴിഞ്ഞാൽ ആരാണ് എല്ലാത്തിനും ഈ ഓട്ടോ വിളിച്ച് പോലെ നടക്കൂലേ. ഇനിയിപ്പോൾ പെൺകുട്ടികളായാലും തന്നെ അത് ആൺകുട്ടികൾ തന്നെ ആവണമെന്നില്ലല്ലോ ഡ്രൈവിങ്ങിന്. ഒരു പെണ്ണായാലും അത്യാവശ്യ കാര്യത്തിന് ഒരു ഓട്ടോ വിളിച്ച് പോണേക്കാളും നല്ലത് അവനാനൊരു സ്കൂട്ടിയോ അല്ലെങ്കിൽ ഒരു കാറോ ഉണ്ടെങ്കിൽ അതെടുത്ത് പോവല്ലേ. എന്നാൽ ഇപ്പോൾ ഈ അന്യ ആണുങ്ങളുടെ കൂടെ ഇങ്ങനെ പോവും വേണ്ടല്ലോ. അതാണ് ഏറ്റവും സേഫ്റ്റി. ചില ആളുകൾ പലതും പറയുമായിരിക്കും, പക്ഷേ പറഞ്ഞിട്ടെന്ത്, നമ്മളെ സാഹചര്യത്തിനനുസരിച്ച് അങ്ങനെ ആകാഞ്ഞാൽ പറ്റൂലല്ലോ. ഇനിയിപ്പോൾ ഇതാ എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ മോള് പോകണ്ടേ, അല്ലേ ഉമ്മ പോകണ്ടൊക്കെ ബുദ്ധിമുട്ടല്ലേ. അതിനേക്കാളും നല്ലത് മോൾ ഏതായാലും ഹിജാബൊക്കെ ഇട്ടുകൊണ്ടല്ലേ നടക്കൽ. ആരും അറിയില്ലേ, കാണൂല. നമുക്ക് നമ്മളെ ആവശ്യത്തിന് അങ്ങനെ ഇറങ്ങണതിന് കുഴപ്പമില്ലല്ലോ. അവരത്തൊന്നും കാണിച്ചിറങ്ങരുത് തന്നെ ഉള്ളൂ. അതിനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പം മോൾ അത് കഴിഞ്ഞിട്ട് ഡിസ്ചാർജൊക്കെ ചെയ്തൊന്ന് അന്വേഷിച്ച് നോക്കണം കേട്ടോ. ഉമ്മ, ഇൻഷാ അല്ലാ. അത് പിന്നെ ഉപ്പാക്ക് പറ്റുമോ അറിയില്ല. കാരണം ഉപ്പാക്ക് അങ്ങനെയൊന്നും പെണ്ണുങ്ങളങ്ങനെ ബൈക്കിലൊന്നും പോകണമെന്ന് ഉപ്പാക്ക് വലിയൊരു താല്പര്യമൊന്നുമില്ല. മോളെ വേണ്ട, എനിക്കിനി സ്കൂട്ടി എടുക്കാൻ മടിയാണെങ്കിൽ ഒരു കാറ് വാങ്ങിയാൽ പോരെ? ഉമ്മ, നിങ്ങൾ എന്തൊക്കെയാണ് പറയണത്? അതൊക്കെ ലക്ഷങ്ങളാവൂലേ? ശരിയാണ് മോളെ, ലക്ഷങ്ങളൊക്കെ ആവും. അതിൻ്റെ കാര്യത്തിലൊന്നും മോള് വിഷമിക്കണ്ട. എന്തായാലും മോള് പഠിക്കാൻ നോക്ക്. കാറും ബൈക്കും പഠിച്ചെന്താന്നോ, ചില സമയങ്ങൾ കുടുങ്ങിയ സമയങ്ങളിൽ നമുക്ക് കാറെടുത്ത് പോകാനൊന്നും നടക്കൂല. അപ്പോൾ നമുക്ക് സ്കൂട്ടി തന്നെ ഉപകാരപ്പെടുക. എത്രയും പെൺകുട്ടികൾ അങ്ങനെ പോകണമെങ്കിൽ മോൾക്ക് വേണമെങ്കിൽ ക്ലാസ്സിന് പോകണമെങ്കിലും ഒക്കെ സുഖം അത് തിരക്കുള്ള ഇവിടെ സ്ഥലത്തൊക്കെ ആണെങ്കിലും അതായിരിക്കും സുഖം. അതും പഠിച്ചോ മറ്റതും പഠിച്ചോ. പിന്നെ വീട്ടുകാരൊക്കെ ഒരുമിച്ച് പോവുകയാണെങ്കിൽ അങ്ങനെ. ഇനി എന്തൊക്കെ തന്നെ ആയാലും വണ്ടി എടുക്കുന്ന കാര്യമൊക്കെ പിന്നെ ആലോചിക്കുക. തൽക്കാലം മോൾ എവിടെയെങ്കിലും സ്കൂളിൽ പോയി ജോയിൻ ആവുക, അതൊന്ന് പഠിക്കട്ടോ. ഉമ്മ, ആയിക്കോട്ടെ. അല്ല മോളെ, ഇന്നലെ ഞാൻ വിളിച്ചപ്പോൾ അവിടെ ആരോ വന്നു എന്നൊക്കെ പറഞ്ഞ് ബെല്ലടിക്കണേ കേട്ടല്ലോ. അതുമ്മ ഇലക്ഷൻ്റെ ആൾക്കാരായിരുന്നു. ആണോ? ഹോസ്പിറ്റലിലേക്കും വരുന്നുണ്ടോ? അല്ല, അത് അവർക്കിപ്പോൾ വോട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ടാവും ഒരു പക്ഷേ ഞങ്ങളൊന്നും അവിടെ ഇല്ലല്ലോ. അത് കാരണം വോട്ട് നഷ്ടപ്പെടുന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ഇങ്ങോട്ട് വന്നത്. അപ്പോൾ എങ്ങനെയാണ് മോളെ, എന്താ വോട്ടിനൊക്കെ പോകുന്നുണ്ടോ? ഉമ്മ, അതൊന്നും ഉറപ്പിച്ചിട്ടില്ല. കാരണം ഉപ്പാക്ക് വയ്യാതെ നമ്മളിപ്പോൾ വോട്ട് ചെയ്യാൻ ശരിയാണ്, നല്ലതൊക്കെ തന്നെയാണ്. പക്ഷേ
വോട്ടിൻ്റെ സമയത്തൊക്കെ എല്ലാവരും നല്ല സ്നേഹത്തോടു കൂടി പെരുമാറും. അപ്പോൾ എല്ലാവർക്കും നല്ല സ്നേഹവും നല്ല കാരുണ്യവും ഒക്കെ ആയിരിക്കും. എല്ലാവരും വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ പിന്നീട് അങ്ങോട്ട് അവരെ കാണൂല. അങ്ങനെയുണ്ട്. നമുക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള സമയത്ത് സഹായിക്കാനോ സഹകരിക്കാനോ അതൊന്നും ആരും ഉണ്ടാവില്ല. നമുക്കുണ്ടെങ്കിൽ നമ്മൾ തിന്നുക, അതുപോലെ നമ്മൾ അനുഭവിക്കേണ്ടത് നമ്മൾ അനുഭവിക്കുക. അല്ലാതെ അവരാരും ഒരു ഹെൽപ്പിനോ കാര്യങ്ങൾക്കോ ഒന്നും വരുന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ ഉമ്മറത്ത് കാര്യം വരുമ്പോൾ അവരെ ഒന്നും പറയാൻ പറ്റൂലല്ലോ. നല്ല രീതിയിൽ ഒന്ന് സ്വീകരിക്കുക എന്നുള്ളതല്ലേ നമ്മളെ കടമ. അങ്ങനെ 2-3 ടീമൊക്കെ വന്നിരുന്നു. കാരണം വീട്ടിൽ വന്നിട്ട് കാണായിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും. ശരിയാണ് മോളെ. എന്താലേ എന്തപ്പോൾ ചെയ്യാം, എനിക്കും പോകാൻ പോതിയൊന്നുമില്ല. പിന്നെ ഇപ്പോൾ പോകാൻ ഞാൻ പറ്റൂലല്ലോ, നിർബന്ധമാണല്ലോ. അല്ലെങ്കിൽ പിന്നെ വന്നു കൊണ്ടുപോകും. അങ്ങനെയൊക്കെയാണ്. എന്താവോ നോക്കട്ടെ. ഒന്ന് വോട്ട് ചെയ്യാനും ഒരു സമാധാനമില്ല. എന്താപ്പോൾ ചെയ്യുക? അല്ല മോളെ, എൻ്റെ മോളെ എക്സാം എന്നാണ്? ഉമ്മ അത് കുറച്ചും കൂടെ ഉള്ളൂ. ഈ മാസം ലാസ്റ്റൊക്കെ ആയിട്ട് വരും. പഠിച്ചോനെ, അപ്പോൾ ഇനിയിപ്പോൾ ക്ലാസ് നഷ്ടപ്പെട്ടില്ലേ 2 അതുമ്മ സാരല്ല. അത് എൻ്റെ ഫ്രണ്ട് എനിക്ക് നോട്ട്സും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിരുന്നു. മോളെ നന്നായി പഠിക്കണം കേട്ടോ. പിന്നെ എനിക്ക് ഭയങ്കര ഒരു സങ്കടം തോന്നി മോൾക്ക് ക്ലാസ്സിന് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയപ്പോൾ. പിന്നെ ഇപ്പോൾ ഉപ്പമാരെ നോക്കാൻ ഞാൻ പറ്റൂലല്ലോ. നമ്മൾക്ക് ഈ ലോകം മാത്രമല്ലല്ലോ. പിന്നെ ഉമ്മാരും ഉപ്പാരും നോക്കിയാൽ അതിൻ്റെ പ്രതിഫലം പഠിച്ചോൻ്റെ അടുത്ത് നിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കണമല്ലോ. ഷാമോൻക്ക് എന്തൊരു സങ്കടം എന്നോ. എന്താണെന്ന് വെച്ചാൽ ഓൻക്ക് ഓൻ്റെ ഉപ്പാനെ നോക്കാനൊന്നും പറ്റിയില്ലല്ലോ. ആ ഒരു സങ്കടം അതൊക്കെ പെട്ടെന്നായിരുന്നു. ഉപ്പാനെ കണ്ടു വന്നപ്പോൾ മോൻ പറയാണ്, ഉമ്മ എനിക്ക് എൻ്റെ ഉപ്പാനെ കാണുന്നപ്പോൾ അങ്ങോട്ട് തോന്നി. പിന്നെ ഇപ്പോൾ എന്ത് ചെയ്യാം, ഓന് നല്ല സങ്കടം ഉണ്ടായിരുന്നു. എപ്പോഴും ചോദിക്കും. പിന്നെ ഇപ്പോൾ എപ്പോഴും അങ്ങോട്ട് വരുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ടാണ് വരാത്തത്. വരാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നല്ല. ഉപ്പയും പറഞ്ഞു, നല്ലൊരു കുട്ടിയാണ് ആ കുട്ടി, ഒരു മനുഷ്യസ്നേഹമുള്ളൊരു കുട്ടിയാണത് എന്നിങ്ങനെ ഉപ്പങ്ങനെ ഉമ്മാനോട് പറയുന്നത് കേട്ടു. മോളെ എന്തൊക്കെ തന്നെയായാലും ഡിസ്ചാർജ് എപ്പോഴാണെന്ന് വെച്ചാൽ വിളിക്കാൻ മറക്കരുത് കേട്ടോ. ഞാൻ ഷാമോനും കുട്ടി അങ്ങോട്ട് വരാം. വേണ്ടമ്മ, അവരൊന്നും ബുദ്ധിമുട്ടിക്കണ്ട. കാരണം അത് സാരല്ല. എന്തായാലും ഇപ്പം ഞങ്ങൾക്കൊന്നും കുഴപ്പമില്ലല്ലോ. ഞങ്ങൾ ഏതെങ്കിലും വണ്ടി വിളിച്ച് പോയിക്കൊണ്ട് അത് കുഴപ്പമില്ല. മോളെ എന്നാലും അങ്ങനെയല്ലല്ലോ, നിങ്ങളൊരു ആണുങ്ങളൊന്നുമില്ലാതെ. അത് സാരല്ല. എന്തായാലും ഇപ്പോൾ കുറച്ച് ഭേദമായിട്ടുണ്ടല്ലോ. ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. എന്തായാലും മോളെ അപ്പോൾ നീ ശ്രദ്ധിക്കണം കേട്ടോ നല്ല രീതിയിൽ. പിന്നെ ഉപ്പാനെ കൂടുതൽ ടെൻഷനാക്കാനൊന്നും വിടരുത്. നല്ല രീതിയിൽ ഹാപ്പിയാക്കി നിർത്തുക കേട്ടോ. പിന്നെ അവിടെ പോയതിൻ്റെ ശേഷം ഞാൻ പറഞ്ഞുതരാം, സ്കൂളിൽ ശരിക്കും കറക്റ്റായിട്ട് പോയിക്കൊണ്ട്. അതുപോലെ തന്നെ ഡ്രൈവിങ് ഇനിയിപ്പോൾ രാവിലെ ക്ലാസ് ആണെങ്കിലും വൈകുന്നേരത്തിന് പോവാം. അതൊരു 10-22 ദിവസത്തിനുള്ളിലൊക്കെ തന്നെ ടെസ്റ്റൊക്കെ ഉണ്ടാവും. കാരണം അത് ഡേറ്റ് കിട്ടിയാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ മോള് എന്തായാലും പോയി അന്വേഷിക്കണം കേട്ടോ. ആരെയും കൂട്ടിയിട്ടോ എങ്ങനെയെങ്കിലും അന്വേഷിക്കണേ. ഉമ്മാനെ കൂട്ടി പോവുകയോ അല്ലെങ്കിൽ ഉപ്പാനെ കൂട്ടിയോ ഉപ്പാക്കൊന്ന് റെഡി ആയിട്ടോ. ഓക്കെ, എന്നാൽ ശരി കേട്ടോ. ഉമ്മ വിളിക്കാം. പിന്നെ ഡിസ്ചാർജിൻ്റെ ടൈം ഒന്ന് പറയണം കേട്ടോ മോളെ. ഉമ്മ അത് സാരില്ല, അത് ഞങ്ങൾ പറ്റുകയാണെങ്കിൽ അങ്ങനെ അങ്ങോട്ട് പോയിക്കോളാം. നിങ്ങൾ വരണ്ട ഇനി ബുദ്ധിമുട്ടായിട്ട്. അല്ല മോളെ, ക്യാഷൊക്കെ കുറച്ച് അത്യാവശ്യമാവേ. കാരണം നിങ്ങൾ വാർഡല്ല എടുത്തത്, ഞങ്ങൾ പിന്നെ റൂമൊക്കെ ആക്കി തന്നു. അപ്പോൾ അതിൻ്റേതായ ബില്ലും കാര്യങ്ങളും അതൊക്കെ ഷാമോനെ ഏറ്റിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓൻ്റെ അടുത്തില്ലെങ്കിൽ എൻ്റെ അടുത്തുണ്ട്. അതിലൊന്നും നിങ്ങളൊരു ബുദ്ധിമുട്ടും കരുതണ്ട കേട്ടോ. എന്നാൽ ശരി മോളെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മോളെ ആരായിരുന്നെടി വിളിച്ചത്? അതുമ്മ ഉമ്മയായിരുന്നു. കുറേ സമയമായില്ലേ സംസാരിക്കണേ. ഉമ്മ വിളിച്ചിട്ടേ ഡിസ്ചാർജ് ചെയ്യാൻ സമയത്ത് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വേണ്ട മോളെ, മോശമാണ്. എല്ലാതും ഓരെ കൊണ്ട് കൊടുപ്പിച്ചാൽ ശരിയാവുമോ? അന്ന് ഇവിടെ വന്നിട്ട് എത്രയേ സാധനങ്ങളതൊക്കെ വാങ്ങി തന്നത് റൂമൊക്കെ ആക്കി. എല്ലാതും മോശമാണ്. വേണ്ട, നമുക്ക് ഉള്ളത് എടുത്ത് കൊടുക്കുക. എന്നാലും വേണ്ടിയില്ല. അത് ഒരിക്കലും വിളിക്കരുതിട്ടോ മോളെ. അതങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ഇതുവരെയുള്ളതൊക്കെ പോലെ ചെയ്തില്ലേ, ഇനിയും പോലെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. അത് ബുദ്ധിമുട്ടായിട്ടല്ല, അവർക്കതൊരു ഇഷ്ടമാണ് ഓരോരുത്തരോട് സഹായിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് മോളെ. എന്നാലും വേണ്ട. പിന്നെ എന്നോട് അവിടുത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താ മോളെ? അതെ എന്നോട് ഡ്രൈവിങ് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഡ്രൈവിങ്ങോ? പഠിച്ചോനെ, പെണ്ണുങ്ങൾ ഡ്രൈവ് ചെയ്യേ? കണ്ടിട്ടുണ്ട് എവിടെയൊക്കെ. പക്ഷേ അത് നമുക്കൊക്കെ പറ്റുമോ ഡ്രൈവിങ് എന്നൊക്കെ ഉള്ള സംഭവം?
ഉമ്മ അത് പറ്റാതെ പിന്നെ എല്ലാ മുസ്ലിം കുട്ടികളും ഒക്കെ ബൈക്കും ഒക്കെ ഓടിക്കുന്നുണ്ടല്ലോ, കാറൊക്കെ. പഠിച്ചോനെ ഈ പെണ്ണെന്തേ പറയണത്? ആ ഉമ്മ, അത് സൈക്കിൾ ബാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എളുപ്പമാണ് സ്കൂട്ടിയൊക്കെ പഠിക്കാൻ. അത് പണിയൊന്നുമില്ല. പിന്നെ കാറ് അതവർ പഠിപ്പിക്കുകയും ചെയ്യും. പഠിച്ചോനെ കേട്ടിട്ടില്ല. എങ്ങനെയൊക്കെ കണ്ടിക്കണ ആരൊക്കെയൊക്കെ ഓടിച്ച് പോണത്, അതൊക്കെ നമുക്ക് പറ്റിയതാണോ? ഉമ്മ അതൊന്നും വിഷയമില്ല. നമ്മളീ പുറമക്കാരെ വണ്ടി വിളിച്ച് പോണേക്കാളും നല്ല സുരക്ഷിതം അവനാൻ്റെ വണ്ടിമ്പൽ സുരക്ഷിതമായി പോകണല്ലേ. ശരിക്കും മറച്ചിട്ടല്ലേ നമ്മളൊക്കെ പോവുള്ളൂ, അവരത്തൊക്കെ മറിച്ച് നിക്കാബൊക്കെ ധരിച്ച്. പിന്നെ ബൈക്കാണെങ്കിൽ ഹെൽമെറ്റ് ഇടും. അങ്ങനെ ആ രീതിയിലല്ലേ നമ്മളൊക്കെ പോവുള്ളൂ. അല്ലാതെ മോളെ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ് ഇതൊക്കെ പറഞ്ഞിട്ട്. ഡ്രൈവിങ് പഠിക്കാൻ പോവാന്നൊക്കെ പറയുമ്പോൾ അത് സത്യമായിട്ടും ഉപ്പാക്ക് സമ്മതമുണ്ടോ ആവോ? എന്തായാലും ഉപ്പാൻ്റെ സമ്മതത്തിനനുസരിച്ചൊക്കെ പോവട്ടെ മോളെ. എനിക്ക് പേടിയാണ് ഈ ഒരു സംഭവമൊക്കെ. ഉമ്മ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ധൈര്യം വേണം, അതാണ് വേണ്ടത്. ധൈര്യം ഉണ്ടായാൽ തന്നെ നമുക്ക് എല്ലാ കാര്യവും ചെയ്യാൻ കഴിയും. ഉമ്മ പിന്നെ ഫൈസൽ ഖാൻ്റെ അനിയനെ നാളെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, വീട്ടിലേക്ക് കൊണ്ടാക്കി തരാൻ അവരെ കാറും കൊണ്ട്. മോളെ അത് വേണ്ട ഉമ്മ, ഫൈസൽക്ക് ഏതായാലും വരൂലല്ലോ. ഫൈസൽ ഖാൻ്റെ മനസ്സ് അങ്ങനെയാണ്. അപ്പോൾ ഫൈസൽ ഖാൻ്റെ അനിയനെ അങ്ങനെ വരാമെന്ന് പറയാമെന്നാണ് പറഞ്ഞത് ഉമ്മ. ഇനിയിപ്പോൾ എന്തായാലും വിവരം പറയാൻ പറഞ്ഞിട്ട് നമ്മളിനി എന്താ ചെയ്യുക? അതൊന്നും ഇനി പറയണ്ട, അറിയാതെ നമുക്ക് അങ്ങോട്ട് പോകാം, അതായിരിക്കും നല്ലത്. സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഫൈസൽക്ക് മനസ്സിൽ കൊണ്ടു നടക്കുകയാണ് നുസൈബ. അവൾക്ക് തൻ്റെ ഫൈസൽക്ക എന്ന് വരും, നാളെ വരും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. എപ്പോഴും വെറുതെ ഒന്ന് പുറത്തേക്ക് നോക്കി നിൽക്കും. അത് വീട്ടിലാണെങ്കിലും ഹോസ്പിറ്റലിലാണെങ്കിലും അങ്ങനെ തന്നെ, വെറുതെ ഒരു അലക്ഷ്യമായി ഒരു നോട്ടം പുറത്തേക്ക്. തൻ്റെ പ്രിയപ്പെട്ട ഫൈസൽക്ക വരുന്നുണ്ടോ എന്നറിയുവാൻ വേണ്ടിയിട്ട് ചിലപ്പോഴൊക്കെ ആ മോതിരത്തിലേക്ക് നോക്കും. അതെ, പേരെഴുതിയ ആ മോതിരം ഫൈസൽ എന്ന് സ്വർണ്ണത്താൽ കനത്തിലെഴുതി വച്ചിരിക്കുന്നു. ഒരിക്കലും തേയാതെ മായാതെ ആ മോതിരം അത് അവളുടെ കയ്യിലുണ്ട്. അതവൾ ഇടയ്ക്കിടയ്ക്ക് നോക്കും, വെറുതെ കണ്ണീർ വാർക്കും. പാവം, അവളുടെ മനസ്സിൽ ഇപ്പോഴും തൻ്റെ മണിമാരൻ വരുമെന്ന പ്രതീക്ഷയാണ്. ആ പാവത്തിനറിയുന്നില്ലല്ലോ തൻ്റെ പ്രിയപ്പെട്ട ഫൈസൽക്ക തന്നെ ഒഴിവാക്കുവാൻ വേണ്ടി വെച്ചതാണെന്ന്. ഒരിക്കലും തന്നെ ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വിളിക്കില്ല എന്നുള്ളതൊന്നും ആ പെൺകുട്ടി അറിയുന്നില്ല. അറിഞ്ഞതൊന്നും വീട്ടുകാർ അവളെ അറിയിച്ചതുമില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ ഉപ്പ ടെൻഷനായിക്കൊണ്ട് ഹോസ്പിറ്റലിലായതും. പാവം നുസൈബ അതൊന്നും അറിഞ്ഞില്ല. അവൾ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഫൈസൽക്കയെ കാത്തിരിക്കുകയാണ് ഓരോ നിമിഷവും. എന്നെങ്കിലുമൊക്കെ ഷാനി ഒഴിഞ്ഞു പോകുമ്പോൾ തന്നെയും തേടി തൻ്റെ ഫൈസൽക്ക വരുമെന്ന് അവൾ കാത്തിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും അവളുടെ പ്രതീക്ഷ ചെറുതായി ഒന്ന് അസ്തമിക്കുന്നുണ്ട്. എങ്കിലും അവൾക്ക് എവിടേക്കോ ഒരു പ്രതീക്ഷയുണ്ട്, തൻ്റെ പ്രിയപ്പെട്ട ഫൈസൽക്ക വരുമെന്നോർത്ത്. നിക്കാഹ് കഴിഞ്ഞ ഭർത്താവിനെ ജീവന് തുല്യം സ്നേഹിക്കുന്ന നുസൈബ, അതെ, കളങ്കമില്ലാത്ത അവളുടെ ആ ഒരു സ്നേഹം അതൊരിക്കലും ഫൈസലിന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. മറ്റൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ്, തൻ്റെ നിക്കാഹ് കഴിച്ച, തനിക്ക് മഹറണിയിച്ച ഭർത്താവ്, അദ്ദേഹത്തെ നല്ല രീതിയിൽ സ്നേഹിക്കണം, അവരെ ബഹുമാനിക്കണം എന്നൊക്കെ തന്നെയാണ് പറഞ്ഞത്. ഉമ്മ എല്ലാം പഠിപ്പിച്ചു തന്നതും അതുതന്നെയായിരുന്നു. അതുപോലെയൊക്കെ പ്രവർത്തിച്ചു. ഒന്നും മറുത്തൊന്നും പറഞ്ഞില്ല. നല്ല രീതിയിൽ തന്നെ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന് സേവനം ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഒരു തരി സ്നേഹം തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ ഒന്നാഗ്രഹിച്ചു പോയി. തൻ്റെ പ്രിയപ്പെട്ട ഫൈസൽക്കയുടെ ആ ഒരു സ്പർശനം അതവൾ പലവട്ടം ആഗ്രഹിച്ചു. പക്ഷേ നിരാശയായിരുന്നു ഫലം. അത് അവൾ ആഗ്രഹിച്ചതെല്ലാം അവൻ മറ്റൊരാൾക്ക് ആർക്കൊക്കെയോ കൊടുത്തു കഴിഞ്ഞു. അതൊരിക്കലും നുസൈബാക്ക് കിട്ടിയില്ല. അവൾ ജീവനതുല്യം സ്നേഹിച്ചിട്ടും തിരിച്ചാ സ്നേഹം പ്രതീക്ഷിച്ചിട്ടും അത് കിട്ടിയില്ല. ആ ഒരു സങ്കടമൊക്കെ മനസ്സിൽ വല്ലാതെയുണ്ട്. എങ്കിലും പ്രതീക്ഷയുണ്ട്, തൻ്റെ പ്രിയപ്പെട്ട ഫൈസൽക്ക തന്നെ കൈപിടിച്ച് കൊണ്ടുപോവാൻ വരുമെന്ന്. ആ ഒരു പ്രതീക്ഷയിലാണ് അവളിപ്പോൾ ജീവിക്കുന്നത്. അന്ന് ഷമ്മാസിൻ്റെ വീട്ടിൽ ഫൈസൽ അന്ന് കുറച്ച് നേരത്തെ വന്ന് അവിടെ ഡൈനിങ് ടേബിളിലിരിക്കുന്നു. ഷാനി എത്തിയിട്ടുമില്ല. ഉമ്മ നിസ്കാരമെല്ലാം കഴിഞ്ഞ് അടുക്കളയിലേക്ക് കയറുവാൻ വേണ്ടി നിന്നപ്പോഴാണ് വെറുതെ ഹാളിലേക്ക് നോക്കിയത്. എന്താടാ ഫൈസൽ, ഇന്നെന്താ നേരത്തെ?
ഹേയ് ഒന്നുമില്ല. എന്നാലും വെറുതെ ഉണർന്നപ്പോൾ ഇങ്ങനെ എണീറ്റ് ഇങ്ങോട്ട് പോന്നു, അതന്നെ. ഓ, ഞാൻ വിചാരിച്ചു ഈ നല്ല കുട്ടിയായിട്ട് നേരത്തെ എണീറ്റ് വന്നതാണോ. നിങ്ങൾക്ക് നല്ല കുട്ടിയൊന്നുണ്ടല്ലോ, പിന്നെ ഇപ്പം എല്ലാവരും നല്ല കുട്ടിയാകേണ്ട ആവശ്യമില്ലല്ലോ. ഓഹോ, അങ്ങനെയല്ലേ മോനെ. എനിക്ക് നിങ്ങൾ 4 മക്കളും ഒരുപോലെയാണ്, ഒരേ കണ്ണുകൊണ്ട് ഞാൻ കാണുന്നതും. പക്ഷേ നിങ്ങളെ പ്രവൃത്തികളാണ് എന്നെ ദേഷ്യപ്പെടുത്തുന്നത്. നല്ല രീതിയിൽ എല്ലാവരും നിൽക്കുകയാണെങ്കിൽ എത്ര നല്ലതാണ്. ഷമ്മാസിനെ ഞാൻ ഒരിക്കലും കൂടുതലായിട്ട് കൊഞ്ചിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഓൻ ഇന്നനെ ഇങ്ങോട്ട് കൊഞ്ചിക്കണതേ ഞാനല്ല. ഓന് എപ്പോഴും എന്നോടിങ്ങനെ കാര്യങ്ങളൊക്കെ ഓരോന്ന് ചോദിച്ചിട്ടും പറഞ്ഞിട്ടും അങ്ങനെയാണ്. അങ്ങനെ ഒരു സ്വഭാവമാണ് ഓൻ്റെത്. മറ്റുള്ളവരൊക്കെ തിരക്കും കാര്യങ്ങളായിട്ട് ഉമ്മാനോടും മിണ്ടാനും പറയാനും നേരമില്ലാതെ അങ്ങനെ. അപ്പോൾ അതിൻ്റേതായൊരു പരിഗണന ആർക്കായാലും കിട്ടൂലേ, അതാണ്. അല്ലാതെ ഞാൻ പ്രസവിച്ച മക്കളല്ലേ 4 ആളും എനിക്കൊരുപോലെ തന്നെയാണ്. ഒരാളായിട്ട് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. തുടങ്ങി കണ്ണീര്. എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങനെയാണ്. പിന്നെ ഇക്കാക്ക വിളിച്ചിരുന്നു. ഇക്കാക്ക ശരി. അപ്പോൾ എന്താ എന്നെ വിളിക്കാത്? ഉമ്മാൻ്റെ ഫോണൊക്കെ വിളിച്ചിട്ട് കിട്ടണില്ലെന്നോ എന്തൊക്കെ പറഞ്ഞു. ഇന്നലെ രാത്രിയാണ് വിളിച്ചത്. ഇന്ന് ഒന്ന് പിക്ക് ചെയ്യാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് എയർപോർട്ടിലേക്ക്. അതെന്തേ പെട്ടെന്ന്? ഓലും കുട്ടികളും കൂടി ഫാമിലി അടക്കം വരില്ലേ? അതാ പറഞ്ഞു കേട്ടത്. വരികയാണ്, 1 മാസത്തിനോ 1.5 മാസത്തിനൊക്കെ പറഞ്ഞു കേട്ടു. അത് കേട്ടപ്പോൾ ഉമ്മാക്ക് സന്തോഷമായി. പഠിച്ചോനെ, എൻ്റെ കൺമണികളെ കാണാൻ പൂതിയേക്കണ്. എൻ്റെ കുട്ടികളെ കണ്ടിട്ട് എത്ര കാലമായി. ഉമ്മ, പിന്നെ ഞാൻ പോകണോ? ഷമ്മാസ് പോയിക്കൊള്ളൂടെ. നിങ്ങൾ ഓനോട് പറയും, എനിക്കൊഴിവില്ല അതിനൊന്നും. അതെന്താടാ ഈ പോവേ? ഷമ്മാസ് ആര് പോയാലും വേണ്ടിയില്ല. ഈ പോയിക്കോ, എന്നോടല്ല പറഞ്ഞത്, ഷമ്മാസിനോട് പറഞ്ഞിട്ടില്ലല്ലോ. ഓൻ പോയിക്കോട്ടെ, എനിക്കൊഴിവില്ല. ഇനി പറഞ്ഞില്ലെന്ന് വേണ്ട, ഷമ്മാസ് വരുമ്പോൾ പറഞ്ഞോണ്ടി ഓനോട് ഇങ്ങനെ ഈ ടൈമിന് ഇറങ്ങും എന്നുള്ളതൊക്കെ. ഫൈസൽ നേരെ തിരിച്ച് പോയി. പഠിച്ചോനെ, അല്ലെങ്കിൽ ഇപ്പോൾ ഓനോടല്ലേ പറഞ്ഞത്. ഓനോടൊന്ന് ഒക്കെ 2 അനിയന്മാരെന്നല്ലേ. ആയിക്കോട്ടെ, ഞാൻ ഷമ്മാസിനോടൊന്ന് പറഞ്ഞു നോക്കാം. ഷാമോൻ അതാ പള്ളിയിൽ നിന്ന് വരുന്നു. ഉമ്മ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മോനെ, പിന്നെ വല്യക്കാക്കയും കുട്ടികളൊക്കെ വരുന്നുണ്ടല്ലടാ. അത് ഫൈസലിനെ വിളിച്ചിട്ട് ഓനോട് കൊണ്ടുവരാൻ വരാൻ പറഞ്ഞേക്കാണ്. അപ്പോൾ ഓൻ പറയും എനിക്ക് തിരക്കാണ്, ഒഴിവില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഷമ്മാസിനോട് പോകാൻ പറയും. അങ്ങനെ ഫൈസൽ വന്ന് പറഞ്ഞത്. ഉമ്മ ആയിക്കോട്ടെ, അതിനെന്താ മോനെ ഷോപ്പിൽ. അത് കുഴപ്പമില്ലമ്മ, അവിടെ സ്റ്റാഫ് ഉണ്ടല്ലോ. ഉമ്മ പോരുന്നില്ലേ? ഉമ്മ വരണം കേട്ടോ, നമുക്ക് 2 പേർക്കും പോവാം. അതല്ല നല്ലത്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യണേ എനിക്കിഷ്ടമല്ലമ്മ. മോനെ, അതിപ്പോൾ അവർ വരുമ്പോൾ ഒരാളൊക്കെ ഉണ്ടാവില്ലേ, ഇക്കാക്കയും എൻ്റെ മൂത്തച്ചിയും പിന്നെ കുട്ടികളൊക്കെ ആകുമ്പോൾ തന്നെ വണ്ടിയിൽ ആളായില്ലേ. ഉമ്മ, എന്നാലും എയർപോർട്ട് വരെ ഞാനൊറ്റയ്ക്ക്, അത് പറ്റില്ല. നമുക്ക് 2 പേർക്കും പോവാം, അതായിരിക്കും നല്ലത്. ഷമ്മാസ് പെട്ടെന്ന് തന്നെ അങ്ങനെ പറഞ്ഞ് ഉമ്മയെ സന്തോഷിപ്പിച്ചു. മോനെ, ഷാമോനെ, എടാ കുട്ടികളില്ലായിട്ട് വലിയ പൊറുതിയേടേനു. ആ 2 കുട്ടികൾ വന്നാൽ ചിരിയും കളിയൊക്കെ ആയിട്ട് ഇപ്പോൾ കുറച്ച് വലുതായിട്ടുണ്ടാവുമല്ലോ. പിന്നെ സാജിദ, ഓൾ എപ്പോഴെങ്കിലും വന്നത് ആയി. ഇനിയിപ്പോൾ മദ്രസ തുറന്നുകൊണ്ട് തീരെ വരവുണ്ടാവില്ല, അല്ലെങ്കിലേ വരെ അവൾക്ക് മടിയാണ്. ഇപ്പം ഇനി തീരെ വരവുണ്ടാവില്ല. അങ്ങോട്ട് പോയെങ്കിൽ കാണാം. പേരക്കുട്ടികളൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ്. അല്ലെങ്കിലും ഈ വലിയ ആളുകളെ മാത്രം കാണുമ്പോഴല്ലല്ലോ നമുക്കൊരു സന്തോഷം. ചെറിയ മക്കളുണ്ടാകുമ്പോൾ ഓരോടൊന്ന് വർത്താനം പറയാനും ഒന്ന് ചിരിക്കാനും ഒന്ന് കളിക്കാനും അതൊരു പൂതി തന്നെയാണല്ലോ. എന്തായാലും പഠിച്ചോനെ, കുട്ടികൾക്കൊരു കുഴപ്പമില്ലാതെ ഇങ്ങോട്ട് എത്തിക്കിട്ടട്ടെ. ഉമ്മ ചായയും കടിയും ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോയി. കൂടെ ഷമ്മാസും ചെന്നു. ഉമ്മ, ഇന്നെന്താണ് ഉണ്ടാക്കുന്നത്? മോനെ, ഇന്ന് ബൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ. ബൂരിയും ഇസ്റ്റും കുറച്ച് ചിക്കൻ വരട്ടിയതും അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു. അതല്ലേ നല്ലത്? ഉമ്മ എന്നാൽ തരി, പൊടിയൊക്കെ റെഡിയാക്കി തരി. ഞാനത് അമർത്തി പ്രസ്സിലൊക്കെ അമർത്തി ഞാൻ ചുട്ട് തരാം കേട്ടോ. ഉമ്മ കൂടുതൽ സമയം അങ്ങനെ നിൽക്കണ്ട. അങ്ങനെ ഒരുപാട് സമയം നിൽക്കുമ്പോഴേ കാലിനൊക്കെ വേദന വരും. കാരണം കുക്കിംഗ് എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രായം കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ അതൊക്കെ കുറക്കണം. നിന്ന് ചെയ്യുന്ന പണികളൊക്കെ കുറച്ച് കുറക്കണം.
കുറേയൊക്കെ ഇരുന്ന് ചെയ്യാൻ വേണ്ടി നോക്കണം. പക്ഷേ ഇതിങ്ങനെ റാക്ക് നല്ല ഹൈറ്റിലായതുകൊണ്ട് തന്നെ നിന്ന് ചെയ്യാനല്ലേ പറ്റുള്ളൂ. ഗ്യാസൊക്കെ ഇവിടെ ഹൈറ്റിൽ വെച്ചതുകൊണ്ട്. അപ്പോൾ ഉമ്മ നിങ്ങൾ ഒന്ന് പൊടി ഒന്ന് റെഡിയാക്കി തന്നാൽ മതി, ബാക്കി ഞാൻ ചെയ്തോളാം കേട്ടോ. ഉമ്മ അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ചെയ്യാനുള്ളത് ചെയ്യ്. കാരണം ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരുപാട് ടൈം നിൽക്കാൻ പാടില്ല. അതാണ് കാലിനൊക്കെ വേദന വന്നാലേ ബുദ്ധിമുട്ടായിരിക്കും. മോനെ കാലിന് വേദന ഉണ്ടടാ, ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ തന്നെയല്ലേ നിൽക്കണത്. ഞാൻ മിണ്ടാതെ നിൽക്കണം നിങ്ങളോടൊക്കെ. കാരണം അന്ന് എൻ്റെ നുസൈബുള്ളന്ന് ഞാൻ അടുപ്പത്ത് നിൽക്കലില്ലായിരുന്നല്ലോ, ഒക്കെ ഓളിങ്ങോട്ട് കഴിച്ചാണല്ലോ. എനിക്ക് പോയിട്ട് പാവം ഓൾ ചായ കുടിക്കാൻ എന്നെ വിളിക്കും, ചായ കൊണ്ടുവന്ന് തരും, അങ്ങനെയൊക്കെയായിരുന്നു. ഇപ്പം ഉമ്മന്നല്ലേ ഒക്കെ ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ പഠിച്ചവനെ മറ്റോല് വന്നാൽ എങ്ങനെയാവും. ഓൽക്കും അടുപ്പത്ത് നിൽക്കാൻ എല്ലാവർക്കും മടിയാണ്, ആരും ഒന്നിനും വരൂല. ഒന്ന് അടിച്ചോരി തുടക്കുകയൊക്കെ ചെയ്യും, അതൊക്കെ തന്നെ. അല്ലാതെ ഉമ്മാക്കിപ്പോൾ ഒരു ഉപകാരമുള്ള ആരുമില്ല. എല്ലാവരും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ഇപ്പോൾ വീട്ടിൽ നിൽക്കുന്നവർക്ക് വെച്ചുണ്ടാക്കാൻ നമുക്ക് പറ്റൂലല്ലോ. അതിപ്പോൾ എങ്ങനത്തെ സ്വഭാവക്കാരാണെങ്കിലും. ഉമ്മ ഗോതമ്പും മൈദയും എടുത്ത് മിക്സാക്കി അതിങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഷമ്മാസ് അത് വാങ്ങി നല്ല രീതിയിൽ കുഴച്ച് കൊടുത്തു. ഉമ്മ ഇനി ഇതുപോലെ ഇത്ര മയം പോരെ? ആ മതി മോനെ, അത്ര മതി. ഇനി ജസ്റ്റ് ആ ഒരു പ്രസ്സിലൊന്ന് അമർത്തിയിട്ട് അതാ ഞാൻ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കട്ടെ. ഇരുമ്പിൻ്റെ ചീഞ്ചട്ടി ഉമ്മ ഗ്യാസ് അടുപ്പത്തേക്ക് വെച്ചു. മോനെ ഒന്ന് നല്ലോണം ചൂടായിട്ട് ഇടട്ടാൽ മതി കേട്ടോ, അല്ലെങ്കിൽ എണ്ണ കുടിക്കും. എന്നിട്ട് പിന്നെ നല്ല കത്തീൻ്റെ ശേഷം പിന്നെ ഒന്ന് ലോ ആക്കി വെച്ചാൽ മതി. ഉമ്മ ഇത് ഞങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്, ഞങ്ങൾ മലേഷ്യയിലാവുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഉണ്ടാക്കാറുണ്ട്, അതൊക്കെ എനിക്കറിയാം ഉമ്മ. ഷമ്മാസ് നല്ല രീതിയിൽ അത് കുഴച്ച് ചെറിയ ഉരുളകളാക്കി പിന്നെ അത് ഓരോന്നെടുത്ത് പ്രസ്സിൽ അമർത്തി. അപ്പോഴേക്കും ഉമ്മ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാക്കി തുടങ്ങിയിരുന്നു. അതിലേക്ക് ഷമ്മാസ് ഫസ്റ്റത്തെ ആ ഒരു പൂരി ഇട്ടു. പെട്ടെന്ന് അവൻ ഓടുകയും ചെയ്തു പൊട്ടിത്തെറിച്ചപ്പോൾ. മോനെ എന്താടാ, ഇതാണോ നീ മലേഷ്യയിൽ പോയിട്ട് എന്താ പൂരി ഉണ്ടാക്കലുണ്ട് അങ്ങനെ ഉണ്ടാക്കലുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇതാണോ? അല്ലമ്മ, അത് എണ്ണ തെറിച്ചപ്പോഴേക്ക് ഞാൻ പേടിച്ചു പോയി, എൻ്റെ കയ്യമ്മ കുറച്ച് നനവുണ്ടായിരുന്നു. ആ അത് ശരി. അതേ പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് മോനെ ചെല്ലിയോ? അല്ലാ മിസ്സിങ്, അത് വിട്ടുപോയി. അതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ ആവാറില്ല. ബിസ്മിൻ്റെ പവർ തന്നെ കേട്ടോ. ബിസ്മി പോയി, അതാ അത് ജസ്റ്റ് ഒന്ന് തെറിച്ചു. ഉമ്മ ഇത് നോക്കിക്കൊള്ളി, പെർഫെക്റ്റ് ആയിട്ട് വരും, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ഷമ്മാസ് അതാ അടുത്ത പൂരി എടുത്ത് എണ്ണയിലേക്ക് ഇടുന്നു. അത് ഒറ്റ പൊള്ളനായി പൊങ്ങി ഇങ്ങ് വന്നു. മാഷാ അല്ലാഹ്, മബ്രൂക്ക്. അത് ഷമ്മാസ് കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ചിട്ടു. ഉമ്മ കണ്ടില്ലല്ലേ ബിസ്മിയുടെ പവർ, അത് അടിപൊളിയാണ് അല്ലേ മോനെ. എല്ലാ കാര്യത്തിലും ബിസ്മി ഉപയോഗിച്ചാൽ വളരെയധികം നല്ല ബർക്കത്തും ഉണ്ടാവും, എല്ലാം കറക്റ്റ് ആവുകയും ചെയ്യും. എപ്പോഴും നമ്മൾ അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ അതിന് പ്രതിഫലവും കിട്ടും. ഓരോ പോരി ചുട്ടെടുക്കുമ്പോഴേക്കും ഷമ്മാസിൻ്റെ മനസ്സിൽ ഒരുപാട് സന്തോഷങ്ങൾ കൂടിക്കൂടി വന്നു. പടച്ചോനെ, ഇനിയിപ്പോൾ വല്ലിക്കാക്കയും ഇത്താത്തയും കുട്ടികളൊക്കെ വരും. എന്തായാലും എൻ്റെ കല്യാണം എല്ലാവരും വന്നിട്ടാക്കുന്നതിന് നല്ലത്. സംഭവം പൊടിക്കണം. മോനെ നീ എന്താടാ പൂരി ചുടുമ്പോൾ ഒറ്റയ്ക്ക് മെല്ലെ ചിരിക്കുന്നത്? ഉമ്മ ഒന്നുമില്ല, ഓരോന്ന് ആലോചിച്ചതാണേ. ആ എന്താണ്, വേറെ ഏതെങ്കിലും പെണ്ണിനെ കണ്ടു വെച്ചിട്ടുണ്ടോ? ഉമ്മ അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ഉമ്മാനോട് പറയല്ലോ. പെണ്ണിനെ കണ്ടു വെച്ചാൽ ഞാൻ ഉമ്മാനോട് പറയും. ഉമ്മാനോട് പറയാത്തൊരു സംഭവമേ ഇല്ല. അതിതാ എപ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ടൊരു പെണ്ണ് റെഡിയാണത് ആ ഒരു വിവരം ഞാൻ ഉമ്മാനോട് പറയും. മോനെ നീ കണ്ടുപിടിച്ചോ, എന്തൊക്കെ തന്നെയല്ലേ ഈ ഉമ്മ കെട്ടിച്ചു തരും നിനക്ക് ഓളെ. പിന്നെ ഞാൻ പറഞ്ഞ കാര്യമൊക്കെ നല്ല നോക്കിക്കൊണ്ടിട്ടോ, പിന്നെ പെടരുതേ. ഉമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഈ ഉമ്മയുടെ തമാശ. ഇല്ലുമ്മ, ഞാനേ കണ്ടു വെച്ചിട്ടുണ്ട്, ഇൻഷാ അല്ലാ ഞാൻ പറയാം. എന്തായാലും വല്ലിക്കാക്കും മക്കളൊക്കെ വരില്ലേ, എല്ലാവരും കൂടി വന്നിട്ടാക്കാലോ നമ്മളെ കല്യാണം. മറ്റേത് ഒരുപാട് എന്താ പറയുക, ആരും ഉണ്ടാവില്ല ഫാമിലിയിൽ കാര്യമായിട്ട്. പിന്നെ ഇത് വീട്ടുകാരെങ്കിലും ഒരുമിച്ച് കൂടിയിട്ടാകുമ്പോൾ അതൊരു രസമല്ലേ. ആ അതൊക്കെ ശരിയാണടാ. പിന്നെ പെട്ടെന്ന് ഉമ്മയുടെ ആ മുഖം വാടി. എന്തു പറ്റി ഉമ്മ? അപ്പോഴാണ് ഉമ്മ നുസൈബയെ കുറിച്ച് ഓർത്ത്. പാവം എൻ്റെ കുട്ടി വീട്ടിലുണ്ടാണ്ടിയതാണല്ലോ, ഈ വീട്ടിലത്തെ മരുമകളായിട്ട് അവളായിരുന്നല്ലോ വേണ്ടിയിരുന്നത്. എല്ലാത്തിനും ഉഷാർ അവളായിരുന്നു, ഒന്നിനും പറ്റൂല. അപ്പോൾ അവൾ ഇല്ലാതെ ഉമ്മക്ക്
ഒരു നിമിഷം ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. ഉമ്മ, നിങ്ങളുടെ മുഖം എന്താ വാടിയത്? നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞല്ലോ. മോനെ, അത് നിനക്കറിയില്ലടാ. ആ ഉമ്മ, ക്ഷമിക്കണം. ഒരു നിമിഷം ഞാൻ ആ കാര്യം അങ്ങ് മറന്നുപോയി. ഫൈസൽ ഖാൻ്റെ ഇത്താത്തയെ ഞാൻ മറന്നു ഉമ്മ. സത്യമായിട്ടും എനിക്കതിനെക്കുറിച്ച് ഓർമ്മ തന്നെ ഇല്ലാതായി. സത്യമായിട്ടും. മോനെ, അതടാ അവൻ്റെ ഭാര്യയല്ലായിരുന്നോ? അത് മോനക്ക് ഓർക്കാൻ കഴിയൂലല്ലോ. മോൻ്റെ മനസ്സിലുള്ള പെൺകുട്ടികളല്ലേ ഓർക്കാൻ കഴിയുള്ളൂ. ആ സാരല്ല. എന്നാലും മോനെ, വല്ലാത്തൊരു വേദനയാണ്. എൻ്റെ നെഞ്ച് നീറുകയാണ് അവളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ. മോനെ, എന്തായാലും ഫൈസലിൻ്റെ കയ്യിൽ നിന്ന് അവൾ പോയി. ഇനിയിപ്പോൾ പാവം ആ പെണ്ണ് ആർക്കാ നമ്മൾ കിട്ടുക? കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. ഭർത്താവും രക്ഷപ്പെട്ടു, വീട്ടുകാരും രക്ഷപ്പെട്ടു. എല്ലാം കൊണ്ടും നല്ലൊരു പെൺകുട്ടിയാണ് അവൾ. അതുകൊണ്ടാണ് ഉമ്മാക്ക് അനുഭവം ഉണ്ടേ. 5-8 മാസം ഉമ്മാൻ്റെ കൂടെ നിന്നിട്ടുള്ള അനുഭവം ഉണ്ടേ. അതുകൊണ്ടാണ് പറയുന്നത്. പഠിച്ചോനെ, എൻ്റെ മരുമകൾ സ്ഥാനത്തുനിന്ന് അവൾ പോയി എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ റബ്ബേ, എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു. അല്ലാ, വല്ലാത്തൊരു വിധി. അത് കേട്ടപ്പോൾ ഷമ്മാസിനും സങ്കടമായി. പാവം ഇത്താത്ത ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാവും. ഒരിക്കലും തൻ്റെ ഇക്കാക്ക അങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. എന്തപ്പോൾ ചെയ്യാം? രക്ഷിക്കാൻ ഒരു വഴിയുമില്ലല്ലോ. ഇനിയിപ്പോൾ വേറെ വല്ല നല്ല ഹയറായ രീതിയിലുള്ള ആളുകളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ പഠിച്ചോനെ, അവളുടെ കല്യാണം വേഗം ഒന്ന് ശരിയാട്ടെ. എന്നാലേ ഒരു ആശ്വാസമാണ് മനസ്സിന്. മോനെ, ഈ എന്താ ആലോചിക്കണത്? അല്ലമ്മ, ഇത്താത്താൻ്റെ കല്യാണം എന്നേ ഇക്കാക്ക ഏതായാലും ഡൈവേഴ്സ് ചെയ്യാണ്. അപ്പോൾ ആ ഒരു ടൈമിന് പെട്ടെന്ന് തന്നെ ഇത്താത്തയുടെ കല്യാണം ഒന്ന് റെഡിയാകുകയാണെങ്കിൽ ഒരു മനസ്സമാധാനമായിരുന്നില്ലേ മോനെ. പിന്നെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടോ. പിന്നെ ഒരിക്കലും നുസൈബാനെ എനിക്ക് കിട്ടൂല. ഒരിക്കലും എനിക്കവളെ കാണാൻ പോലും കിട്ടൂല. ആരെങ്കിലുമൊക്കെ കെട്ടിക്കൊണ്ടു പോയാൽ പിന്നെ എങ്ങനെയാണ് കിട്ടുക? ഒരിക്കലും അവളെ കാണാൻ കിട്ടൂല. സത്യമായിട്ടും പിന്നെ എൻ്റെ നുസൈബ എൻ്റെ ഓർമ്മയിൽ അലിഞ്ഞില്ലാതാവുകയായിരിക്കും. അവൾക്ക് എന്നെക്കുറിച്ചും ഓർമ്മയുണ്ടാവില്ല. അങ്ങനെ ഇങ്ങനെ ജീവന തുല്യം സ്നേഹിച്ച അമ്മായിമ്മയും മരുമകളും അങ്ങനെ വേർപെട്ടു പോകും. ആ ഓർമ്മകൾ അങ്ങനെ ഇല്ലാതായി മാറും. പിന്നീട് അവർക്കെല്ലാം പുതിയ ജീവിതങ്ങളുണ്ടാവും. നുസൈബയെ മറ്റൊരുത്തൻ കല്യാണം കഴിക്കും. ഉമ്മാക്ക് വേറെ മരുമക്കൾ വരും. അതെല്ലാം അങ്ങനെ അങ്ങ് കഴിഞ്ഞു പോവും. ഉമ്മ ഓരോന്ന് ആലോചിച്ചു അതിനെക്കുറിച്ച്. ഉമ്മ, നിങ്ങളെന്താ ഇപ്പോൾ സങ്കടപ്പെടുന്നത്? മോനെ, ഒന്നുമില്ലടാ. അവൾ നഷ്ടപ്പെടുന്നത് ഓർത്ത്. സാരമില്ല, പഠിച്ചോ 8 മാസം എൻ്റെ കൂടെ നിർത്തി തന്നില്ലേ എൻ്റെ ഇഷ്ടത്തിന്. ഇനി ഞാൻ ഖേദിക്കാൻ പാടില്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ടായത്. എന്തായാലും അങ്ങനത്തെ ഹയറായ പെൺകുട്ടികളെ പഠിച്ചവനെ, എൻ്റെ കുട്ടിക്കും അത്ര ഹയറായൊരു പെൺകുട്ടിനെ നീ കൊടുക്ക് റഹ്മാനെ. ഉമ്മ ഷമ്മാസിൻ്റെ മുമ്പിൽ നിന്നാണ് അങ്ങനെ ദുആ ചെയ്തത്. ആ ഒരു നിമിഷം അത് കേട്ടപ്പോൾ ഷമ്മാസിൻ്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. ഉമ്മ വിചാരിച്ച രീതിയിലുള്ള ഹയറായ പെൺകുട്ടി. പഠിച്ചോനെ, അത് ആ ഹിജാബി ആയാൽ മതിയായിരുന്നു. അവൾക്ക് അങ്ങനത്തെ ഹയറായ സ്വഭാവം ഉണ്ടായാൽ മതിയായിരുന്നു. ഉമ്മ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു മരുമകളായാൽ മതിയായിരുന്നു. ഉമ്മ, ഇൻഷാ അല്ലാഹ് നോക്കിക്കോളി. ഉമ്മക്ക് ഇഷ്ടപ്പെട്ട ഒരു മരുമകളെ ഞാൻ കെട്ടിക്കൊണ്ടുവരും, നോക്കിക്കൊണ്ട്. എന്നിട്ട് ഉമ്മയുടെ ഇഷ്ടത്തിനങ്ങനെ പോവും. എന്നിട്ടുമ്മ, നമുക്ക് ഉംറക്ക് പോവണ്ടേ 3 ആൾക്കും കൂടി? അത് കേട്ടപ്പോൾ ഉമ്മ വീണ്ടും സങ്കടപ്പെട്ടു. ഫൈസലുമായി നുസൈബ നല്ല രീതിയിൽ റെഡിയായി വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഫൈസലിന് അവളോട് സ്നേഹം തോന്നുകയാണെങ്കിൽ ഉംറക്ക് പോകണം എന്ന് നേർച്ചയുണ്ടായിരുന്നു. പഠിച്ചോനെ, അതൊന്നും ഒരിക്കലും നടക്കാൻ പോണില്ല. ഉമ്മ, നിങ്ങളെന്ത് സങ്കടപ്പെടണേ? അല്ല മോനെ, ഇക്കാക്കാൻ്റെ വൈഫിനേറ്റേ ഇക്കാക്ക നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ ഉമ്മാക്ക് നേർച്ച ഉണ്ടായിരുന്നു ഉംറക്ക് പോവാൻ, ഞങ്ങൾക്ക് 3 ആൾക്കും കൂടി. ഉമ്മ, അത് സാരല്ല, അതൊന്നും നടന്നീരല്ലോ. ഇൻഷാ അല്ലാ നമുക്ക് പോകണം ഉംറക്ക്. ഉമ്മയും ഉമ്മയുടെ ഇഷ്ടപ്പെട്ട മരുമകളും ഉമ്മയുടെ മകനും കൂടി ഉംറക്ക് പോകും ഇൻഷാ അല്ലാ. അത് എൻ്റെ മനസ്സിൽ ഒരു നെയ്യത്താണ്. ഉമ്മ പ്രത്യേകം ദുആ ചെയ്യണം, ഹൈറായ പെൺകുട്ടി ശരിയായി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ആയിക്കോട്ടെ മോനെ. ആ പിന്നെ മോനെ, എപ്പോഴാണ് ഒരുങ്ങേണ്ടത്? ഉമ്മ, നിങ്ങളൊരു 3 മണിയാകുമ്പോഴേക്ക് ഒരുങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് പോകാം. അപ്പോൾ ഇക്കാക്കയും
മക്കളൊക്കെ അവിടെ ഇറങ്ങിയിട്ടുണ്ടാവും, ഒരുപാട് ടൈം വെയിറ്റ് ചെയ്ത് നിൽക്കും വേണ്ട. ആയിക്കോട്ടെ മോനെ, കുറേ ആയിടാ എയർപോർട്ടിലേക്ക് ഒന്ന് പോയിട്ട്. ഉമ്മ ഇൻഷാ അല്ലാ എയർപോർട്ട് മാത്രമല്ല, ദാ ഉമ്മാക്കും ഉമ്മാൻ്റെ മോൻക്കും ഉമ്മാൻ്റെ പ്രിയപ്പെട്ട മരുമകൾക്കും കൂടി നമുക്ക് എയർപോർട്ടിൽ നിന്ന് വിമാനം കയറി ജിദ്ദയിലേക്ക് പോകണം. അതെ, പരിശുദ്ധമായ മക്കയിലേക്ക് പോകണം. ഉംറ നിർവഹിക്കണം. മുത്ത് ഹബീബിൻ്റെ ചാരത്ത് പോയി സലാം പറയണം. അതൊക്കെ ഉമ്മ നമുക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആദ്യം നമുക്ക് എയർപോർട്ടിൽ പോയിട്ട് എന്തായാലും നമുക്ക് വിമാനം കയറി പരിശുദ്ധമാക്കപ്പെട്ട ആ ഒരു അറേബ്യയുടെ മണ്ണിലേക്ക് കടക്കണം. ഇൻഷാ അല്ലാ പരിശുദ്ധ ഉംറയൊക്കെ നിർവഹിച്ച് നമുക്ക് നല്ല റാഹത്തായി അവിടെ സ്ഥലമൊക്കെ ഒന്ന് ചുറ്റിക്കണ്ട് അവിടെ റൂം എടുത്ത് കുറച്ച് താമസിച്ചിട്ട് ആക്കം പോലെ തിരിച്ചു പോരാം. അതല്ലേ ഉമ്മ നല്ലത്? അങ്ങനെയാകുമ്പോൾ എല്ലാം നല്ല രീതിയിൽ കണ്ട് ചരിത്ര സ്ഥലങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി ഉഷാറായിട്ട് എൻ്റെ ഉമ്മാനെ ഞാൻ എല്ലായിടത്തും കൊണ്ടുപോയി കാണിച്ചു തരും ഇൻഷാ അല്ലാ. അത് കേട്ട് ഉമ്മ സന്തോഷം കൊണ്ട് ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. ഉമ്മ കൈകൾ മേലോട്ട് ഉയർത്തി, പഠിച്ചവനെ എൻ്റെ കുട്ടീനെ നീ നന്നാക്കണേ അല്ലാ, ഹയറായൊരു പെണ്ണിനെ എൻ്റെ കുട്ടിക്ക് നീ നൽകണേ അല്ലാ, ആമീൻ. ഷമ്മാസും കൂടെ ആമീൻ പറഞ്ഞു.